ഹലോ. വ്യത്യസ്തതരം അടിസ്ഥാന നഖ ആകൃതികളെപ്പറ്റി കൂടുതലറിയുക എന്ന ഈ പരിശീലനത്തിലേക്ക് സ്വാഗതം. ഈ പരിശീലനത്തിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് വ്യത്യസ്തതരം അടിസ്ഥാന നഖ ആകൃതികളെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ക്ലയന്റിന്റെ കൈകളിലും കരങ്ങളിലും കാലുകളിലും മസാജ് ചെയ്യുന്നതിന് ആവശ്യമായ വിവിധതരം ടൂളുകളും ഉപകരണങ്ങളും ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. Client chair, manicure stool, manicure table, manicure tray, manicure bowl, infrared lamp, hot plate, medium size bowl, electric manicure kit, orange wood stick, emery board, magnifying glass, cuticle pusher, cuticle clipper, nail brush, nail scissors, nail buffer, spatula, pedispa, foot file, toenail clipper, pedicure clipper, UV LED lamp. Materials: cotton, nail varnish remover, cuticle oil or cream, whitening pencil, nail varnish, cuticle remover, nail bleachers, nail strengthener, hand lotion and cream, top coat, base coat, liquid hand wash, H2O2, manicure shampoo, vegetable oil, foot cream, foot powder, paper and cotton towels. വ്യത്യസ്തതരം നഖ ആകൃതികൾ ചെയ്യാൻ പഠിക്കുന്നതിന് മുൻപ് നാം ആദ്യം ചില അടിസ്ഥാന കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഓരോ വ്യക്തിയുടെയും നഖത്തിന്റെ സവിശേഷതകൾ വ്യക്തിരഹിതമാണ്. നഖങ്ങൾ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നീളമുള്ള വിരലുകളും വിശാലമായ നെയിൽ ബെഡുകളും അല്ലെങ്കിൽ ചെറിയ വിരലുകളും ചെറിയ നെയിൽ ബെഡുകളും ഉള്ളവരും ഇതുപോലെ പലവിധ കോമ്പിനേഷനുകൾ ഉള്ളവരും നമുക്കിടയിലുണ്ട്. സാധാരണ, ചതുരാകൃതി, സ്കോവൽ, ആൽമണ്ട്, ഓവൽ എന്നിവയാണ് പൊതുവായി കാണുന്നതും ക്ലയന്റുകൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതുമായ 5 ആകൃതികൾ. ഇതുകൂടാതെ ലിപ്സ്റ്റിക്, സ്റ്റിലിറ്റോ, മൗണ്ടൻ പീക്ക്, എഡ്ജ്, വൃത്താകൃതി, ബാലറീന, വൈഡ് മുതലായ മറ്റ് ആകൃതികളുമുണ്ട്. ആകർഷകമായ ഒരു നഖ ആകൃതിയാണ് ഓവൽ. ഇത് പല സ്ത്രീകളും ഇഷ്ടപ്പെടുന്നു. ഓവൽ ആകൃതിയിലുള്ള നഖങ്ങൾ നീളമുള്ള നെയിൽ ബെഡിന് ചേരുന്ന വിധത്തിലാകാം, അല്ലെങ്കിൽ ചെറിയ നെയിൽ ബെഡിന് അനുയോജ്യമായി ചെറുതായിരിക്കാം. ഈ ആകൃതി വൃത്താകൃതിയുടെ മൃദുവായ വളവുകൾ നിലനിർത്തുന്നു, അതേസമയം നഖത്തിന് നീളം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ നഖങ്ങളുടെ വ്യത്യസ്ത ആകൃതികളെപ്പറ്റി ഏകദേശം രൂപം ലഭിച്ചിരിക്കും. നഖങ്ങൾ എങ്ങനെ ഷേപ്പ് ചെയ്യാമെന്ന് നമുക്ക് ഇനി പഠിക്കാം. ഏറ്റവും ഉചിതമായ ഫയൽ തിരഞ്ഞെടുക്കുക. ഇടതു കൈയിലെ ചെറുവിരലിൽ നിന്നാരംഭിച്ച് തള്ളവിരലിലേക്ക് നീങ്ങുക. നിങ്ങളുടെ തള്ളവിരലിനും ഇടതു കൈയിലെ ആദ്യത്തെ 2 വിരലുകൾക്കുമിടയിൽ ക്ലയന്റിന്റെ വിരൽ പിടിക്കുക. നിങ്ങളുടെ വലതു കൈയിൽ ഫയൽ പിടിക്കുക. ഫയലിംഗ് പ്രധാനമായും 30നും 45നുമിടയിൽ ഫ്രീ എഡ്ജിന്റെ അടിഭാഗത്ത് വരുന്ന വിധത്തിൽ ഫയൽ ചെറുതായി ചെരിക്കുക. പുറത്തുനിന്ന് മധ്യഭാഗത്തേക്ക്, വലത്തോട്ടുനിന്ന് ഇടത്തോട്ടും ഇടത്തുനിന്ന് വലത്തോട്ടും നഖത്തിന്റെ ഇരുവശത്തും 2 ചെറിയ സ്ട്രോക്കുകളും ഒരു നീണ്ട സ്ട്രോക്കും എന്നീ രീതിയിൽ ഫയൽ ചെയ്യുക. മൂർച്ചയേറിയ അറ്റം മാത്രം നീക്കം ചെയ്യാൻ വശങ്ങൾ പതുക്കെ കൂർപ്പിക്കുക. ക്ലയന്റിന്റെ നഖങ്ങൾ ഷേപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്.
ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫയൽ ചെയ്യരുത്. ഇത് നഖങ്ങൾ വിണ്ടുകീറാനും പിളരാനും കാരണമാകും. കോണുകളിലേക്ക് ആഴത്തിൽ ഫയൽ ചെയ്യരുത്. ഇതും നഖങ്ങളെ ദുർബലപ്പെടുത്തും. നഖങ്ങൾക്ക് ആകൃതി നൽകുന്നതിന് മുൻപ് എല്ലായ്പ്പോഴും ക്ലയന്റിന്റെ താൽപ്പര്യം ചോദിച്ചറിയുക. കാൽവിരൽ നഖങ്ങൾ ചതുരാകൃതിയിൽ എങ്ങനെ ഫയൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കാൽവിരൽ നഖങ്ങളിൽ നിന്ന് പഴയ നെയിൽ പോളിഷ് നീക്കം ചെയ്തുകൊണ്ട് ആരംഭിക്കുക. പാദങ്ങൾ വൃത്തിയാക്കുകയും കഴുകുകയും ചെയ്യുക. കാൽവിരൽ നഖങ്ങൾ നെയിൽ ഓയിൽ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുക. ക്യൂട്ടിക്കിളുകൾ പിന്നിലേക്ക് തള്ളുക. കാൽവിരൽ ബെഡിന് ചുറ്റുമായി അധികമുള്ള ചർമ്മം ട്രിം ചെയ്യുക. കാൽവിരലിന്റെ നഖത്തിനിടയിലും ഓരോ നഖത്തിന്റെയും ഇരുവശത്തുമുള്ള അഴുക്കും അവശിഷ്ടങ്ങളും വൃത്തിയാക്കുക. ഓരോ നഖവും ആവശ്യമുള്ള നീളത്തിൽ മുറിക്കാൻ ഒരു നെയിൽ ക്ലിപ്പർ ഉപയോഗിക്കുക. നഖങ്ങൾ തീരെ ചെറുതായി മുറിക്കരുത്. ഓരോ നഖത്തിന്റെയും മുകൾ ഭാഗം നേരെ മുറിക്കുക. കോണുകൾ കർവ് ചെയ്യരുത്. ഓരോ നഖവും ഒരു നെയിൽ ഫയൽ ഉപയോഗിച്ച് ഫയൽ ചെയ്യുക. ഓരോ നഖത്തിന്റെയും മുകൾ ഭാഗത്തുടനീളം ഒരു ദിശയിൽ ചെറുതും വേഗത്തിലുള്ളതുമായ സ്ട്രോക്കുകൾ ഉണ്ടാക്കുക. കാൽവിരലുകളുടെ കോണുകൾ വൃത്താകൃതിയിലല്ലാതെ ചതുരാകൃതിയിൽ വയ്ക്കുക. ഓരോ നഖത്തിന്റെയും മുകൾ ഭാഗം ഒരു നെയിൽ ബഫർ ഉപയോഗിച്ച് ബഫ് ചെയ്യുക. ഓരോ കാൽനഖത്തിനിടയിലും വശങ്ങളിലും നിന്ന് നഖത്തിന്റെ അവശിഷ്ടങ്ങൾ തുടച്ചുമാറ്റുക. നിങ്ങൾ ഇപ്പോൾ നഖങ്ങൾ എങ്ങനെ ഷേപ്പ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. ഇതിനായി ഉപയോഗിക്കുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. ഇനി ചില ഉൽപ്പന്നങ്ങൾ നോക്കാം. നോൺ ഗ്ലോസി മാറ്റ് ഫിനിഷിനായി മാറ്റ് ടോപ്പ് കോട്ട് ഉപയോഗിക്കുന്നു. നെയിൽ ബെഡിന് ചുറ്റും വൃത്തിയാക്കുന്നതിനും നഖത്തിന് പ്രൊഫഷണൽ ഫിനിഷ് നൽകുന്നതിനും ഒരു നെയിൽ പോളിഷ് കറക്റ്റിംഗ് പെൻ ഉപയോഗിക്കുന്നു. സ്ട്രിപ്പിംഗ് ടേപ്പ് വളരെ നേർത്ത മെറ്റാലിക് ടേപ്പാണ്. നെയിൽ ആർട്ട് ചെയ്യുന്നതിന് ഇത് നഖത്തിൽ പ്രയോഗിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യാം. ട്രാൻസ്ഫർ ഫോയിൽ നിങ്ങളുടെ നഖങ്ങൾക്ക് ആഗ്രഹിക്കുന്ന അടിസ്ഥാന നിറം നൽകുമ്പോൾ മനോഹരമായ രൂപം നൽകുന്ന ഒരു ഫോയിൽ പേപ്പറാണ്. ഇതിനു മുകളിൽ നിറമില്ലാത്ത പശ പുരട്ടുക. തുടർന്ന് ടേപ്പ് വേഗത്തിൽ അമർത്തി വലിച്ചെടുക്കുക. ഡോട്ടർ ടൂൾ നിങ്ങളുടെ നഖങ്ങളിൽ ചെറിയതോ വലുതോ ആയ കുത്തുകൾ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ വൃത്താകൃതികൾ സൃഷ്ടിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇത് സെക്കൻഡുകൾക്കുള്ളിൽ ചെറിയ അല്ലെങ്കിൽ വലിയ കുത്തുകൾ സൃഷ്ടിക്കുന്നു. സ്ട്രിപ്പർ ബ്രഷ് നേർത്ത വരകളും സൂക്ഷ്മമായ വിശദാംശങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ നേർത്ത പെയിന്റ് ബ്രഷാണ്. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ സൂപ്പർ നെയിൽ ആർട്ട് ചെയ്യാൻ നെയിൽ സ്റ്റിക്കുകൾ അല്ലെങ്കിൽ റാപ്പുകൾ ഉപയോഗിക്കുക. മുൻകൂട്ടി തയ്യാറാക്കിയ ഡിസൈനുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വിരൽത്തുമ്പിൽ അമർത്തുക. നല്ല നിലവാരമുള്ള സ്റ്റേപ്പിൾ ഷേഡുകൾ, പിങ്ക്, ക്ലാസിക് റെഡ്, ഒപെക് വൈറ്റ്, ബ്ലാക്ക് പോളിഷുകൾ എന്നിവയെല്ലാം നിങ്ങളുടെ നെയിൽ കിറ്റിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. കാരണം അവ ക്ലാസിക്കുകളാണെന്ന് മാത്രമല്ല, നെയിൽ ആർട്ട് ചെയ്യുമ്പോൾ അവ പതിവായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. LED നെയിൽ ലാമ്പ്. വിൽപ്പനയ്ക്കുള്ള മിക്ക ജെൽ പോളിഷുകളും ദീർഘകാലം നിലനിൽക്കാനും നെയിൽ പോളിഷ് നല്ലതുപോലെ ഉറയ്ക്കാനും ഈ LED ലാമ്പ് ആവശ്യമാണ്. വ്യത്യസ്തതരം അടിസ്ഥാന നഖ ആകൃതികൾ എങ്ങനെ ചെയ്യാമെന്നും കാൽവിരൽ നഖങ്ങൾ ചതുരാകൃതിയിൽ എങ്ങനെ ഫയൽ ചെയ്യാമെന്നും നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. നിങ്ങൾക്ക് നന്ദി.